ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു കുട്ടി ഷെയ്ക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിലും ഇച്ചിരി കഴിക്കാനും കുടിക്കാനും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു ഷെയ്ക്കെന്നോ ജ്യൂസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്ന് അത്തരത്തിലുള്ള ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 200 ml ഗ്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു കപ്പ് നല്ല തണുപ്പിച്ചിട്ടുള്ള പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തിളപ്പിച്ച് ചൂടാറിയിട്ട് തണുപ്പിച്ചിട്ടുള്ള പാല്. അപ്പോൾ അത് ചിൽഡൊന്നും ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാല് ഫ്രീസറിനകത്ത് വെച്ച് നന്നായിട്ട് തന്നെ ചിൽഡാക്കി എടുക്കാം. നല്ലൊരു ഫ്രോസൺ ആക്കിയിട്ട് എടുക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, അതുപോലെ ആക്കി എടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഒരു പഴം ചേർത്ത് കൊടുക്കാം. അത് ഏത് പഴം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നേന്ത്രപ്പഴം, പാളയംകോടൻ, റോബസ്റ്റ. ഞാനിന്നിവിടെ റോബസ്റ്റ പഴമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഐസ് ചേർക്കുക. പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ടൂട്ടി ഫ്രൂട്ടി. ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് പല കളേഴ്സിലും കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓറഞ്ചും റെഡാണ് ഉള്ളത്. അപ്പോൾ അതും ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തോട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം. ഇതൊരു സ്കൂപ്പാണ്. അത് പല രീതിയിൽ അങ്ങ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിന്നിവിടെ സ്ട്രോബെറിയും കൂടെ ചേർത്തിട്ട് സ്ട്രോബെറി വനിലയുടെ മിക്സ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 നുള്ള് മതി കാപ്പിപ്പൊടി. അത് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ഒരു ഫ്ലേവർ, ഒരു സ്പെഷ്യൽ ഫ്ലേവർ വരും നമ്മൾ ഈ കാപ്പിപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, കാരണം അത്യാവശ്യത്തിനുള്ള മധുരം ഈ ടൂട്ടി ഫ്രൂട്ടിയിലും അതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീമിലൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പഞ്ചസാര ഒരു 1/4 കപ്പ് വരെ ചേർക്കാം. ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് മിക്സിക്കകത്ത് തന്നെ ഇച്ചിരി നമുക്ക് ഈ പഴമായതുകൊണ്ട് തന്നെ എല്ലാം നമുക്കിങ്ങനെ അടിച്ച് കിട്ടത്തില്ല. അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ ഇതുപോലെ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും മിക്സിയുടെ ജാറിനകത്ത്. അപ്പോൾ അത് നമുക്ക് ഇനി അടിക്കാൻ നിൽക്കേണ്ടത്. വീണ്ടും നമുക്കത് ഇതുപോലെ എടുത്ത് ആ ഒരു നമ്മുടെ ഡ്രിങ്ക് നമ്മൾ സെർവ് ചെയ്തിട്ടുള്ള ആ ഗ്ലാസ്സിനകത്തോട്ട്, സെർവ് ചെയ്യാൻ പോകുന്ന ഗ്ലാസ്സിനകത്തോട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്ക് കുടിക്കാനും കഴിക്കാനൊക്കെ ഒരുപോലെ പറ്റുന്ന ഒരു ജ്യൂസ് ആണെന്നുള്ളത്, ഒരു ഡ്രിങ്ക് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനകത്തുള്ള പഴവും ഇച്ചിരി ടൂട്ടി ഫ്രൂട്ടിയുടെ ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് കോരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമ്മളിപ്പോൾ ഇതൊരു ശരിക്കും ഒരു മിൽക്ക് ഷേക്ക് കുടിക്കുന്നത് പോലെ തന്നെയാണ് അതേ ടേസ്റ്റ്. പക്ഷേ ടൂട്ടി ഫ്രൂട്ടിയുടെ ഒരു ഫ്ലേവറും കാപ്പിപ്പൊടിയുടെ ഇച്ചിരി ഒരു നുള്ളും കൂടെ വരുമ്പോഴത്തേക്കും എക്സ്ട്രാ ഡിലീഷ്യസ് ആണത്. അപ്പം ഇനി ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിങ്ങനെ താഴ്ന്നു പോവാണ്. പിന്നെ നിങ്ങൾക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ അതുപോലെ ഒരു പുതിനല്ല ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു സൂപ്പർ ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.